വൈഫിനോട് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു. പെട്ടെന്ന് ആരും എനിക്ക് തരയില്ലേ, വികലാംഗനായതുകൊണ്ട് അവർക്കൊരു മണി പോലീസൊക്കെ പിടിച്ച എന്ത് ചെയ്യും? ആരെങ്കിലും കാണണമെങ്കിൽ നല്ലൊരു ഫോട്ടോ എടുത്ത് തരട്ടെ. ശരി, വികലാംഗനായാലും എൻ്റെ കൂടെ വന്ന് സ്നേഹിച്ച എൻ്റെ കൂടെ വന്ന് ഒരു അറേഞ്ച് മാരേജാണ് ചെയ്തത്. കണ്ട് ഇഷ്ടപ്പെട്ട് അറേഞ്ച് മാരേജ് ചെയ്ത് എൻ്റെ കൂടെ വന്ന് കുട്ടികളുമായി ഇപ്പോഴും ഞാനെന്ന് കേട്ട ജീവനാണ്. ഒരിക്കലില്ല ഒരു ഓട്ടം. അതാ ഭഗവാന്റെ നിശ്ചയം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിൻ്റെ നടയിലാണ് ഞാൻ വന്നെത്താൻ കാരണം. ഭഗവാൻ കൊണ്ടുവന്നത് തന്നെ. ഇന്ന് എത്ര രൂപ ഓട്ടോ ഓടി? ഞാൻ ഇപ്പോഴും ഏകദേശം ഒരു 300-400 രൂപയ്ക്കകത്ത് ഓടി. 400 രൂപയ്ക്കകത്ത് 4:30 മണിയായി. ചേട്ടാ എന്താണ് സുഖമാണ്? സുഖം തന്നെ. എവിടെ പോണ്? ഞാൻ കണ്ട ഒരു വട്ടം കഴിഞ്ഞതുകൊണ്ട് അപ്പുറത്ത് നിൽക്കായിരുന്നു. വെയിറ്റിംഗ് ആണ്. ആളുണ്ടോ വണ്ടിയിൽ? അല്ല, വട്ടം കഴിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു, ജസ്റ്റ് അപ്പുറത്ത് തന്നെ. അല്ല, അപ്പൊ അത്യാവശ്യം ഉണ്ട്. ഒരു 5 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ ഒരു ക്യാഷ് ചലഞ്ച് എടുക്കായിരുന്നു. ചെയ്യാം ചേട്ടാ. ഇത് 100-ന്റെ വേണമെങ്കിൽ 200-ന്റെ വേണമെങ്കിൽ എണ്ണി എടുക്കാം. 100-ന്റെ ഉണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യണം. 200 ആണെങ്കിൽ RK വെഡ്ഡിംഗ് മാള്. ചേട്ടാ എന്തെങ്കിലും അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ടോ? സൂരജ് ബ്രോയുടെ ഫോളോ ആയിട്ടുണ്ട്. പേരെന്താ ചേട്ടൻ്റെ? മനു എന്നാണ് പേര്. ഫോളോ ആയിട്ടുണ്ട്. കാണിക്കാമോ? ശരി. ഓക്കെ. അപ്പോൾ ഫേസ്ബുക്കാണ് ഫോളോ ആയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം ഫോളോ, ഇൻസ്റ്റാ കാണിക്കാമോ? ഫേസ്ബുക്കും കുഴപ്പമില്ല, എന്നാലും ഇരിക്കട്ടെ. RK വെഡ്ഡിംഗ് മാളൊക്കെ അറിയാമോ? ചേട്ടൻ നടക്കാൻ പറ്റാത്ത ജന്മം നടക്കും. പോളിയോ ബാധിച്ചത്. ചേട്ടന് എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 45 വയസ്സുണ്ട്. പോളിയോ ചെറുപ്പത്തിൽ ബാധിച്ചതാണ്. എന്നിട്ട് അപ്പോഴേ നടക്കാൻ പറ്റൂല. നടക്കുന്നത് ഇങ്ങനെ കൈകൂന്നിയാണ്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം പഠിത്തമൊക്കെ നിർത്തി, കുടുംബമൊക്കെ ആയി, തൊഴിലൊക്കെ പഠിച്ച് അങ്ങനെ ഈ വണ്ടിയാണ്. സ്വന്തം വണ്ടിയാ? ഇല്ല, കൂലിക്കാണ് വണ്ടി ഓടുന്നത്. എത്ര റെന്റ്? ഇപ്പം ഡെയിലി 200 രൂപ. ആഴ്ചയിൽ ഞായറാഴ്ച മാത്രം കൊടുക്കണ്ട, ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊടുക്കണം. പിന്നെ ഗവൺമെന്റിൽ നിന്നുള്ള ഒരു ആനുകൂല്യം ഒന്നുമില്ല. പെൻഷനൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം എനിക്ക് പോകാനൊന്നും പറ്റിയില്ല. നടന്ന് പുറത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ട്. വീട്ടുകാരുടെ സഹായം തന്നെ, സഹോദരനും അമ്മയും സഹോദരങ്ങളൊക്കെ തന്നെ എന്നെ നോക്കിയത്. പിന്നെ കുടുംബമൊക്കെ ആയി. അങ്ങനെ ഇപ്പം ഒരു തൊഴിൽ പഠിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങി. ഇത് തന്നെ ജീവിതം. കല്യാണമായി മക്കളും ഉണ്ട്. 3 പെൺകുട്ടികൾ. സുഖം. എത്ര പഠിക്കണം? ഇപ്പൊ ഒരാളിപ്പം ജയിച്ച് 8-ല്, അല്ല ജയിച്ച് 9-ൽ. ബാക്കി 2 പൊടിക്കുട്ടികളാണ്. ഓക്കെ, ശരി. ഞാൻ നോക്കട്ടെ. അപ്പോൾ ചേട്ടാ ഫോളോ ആയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഫോളോ ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് പൈസയൊക്കെ എണ്ണി പറക്കി വീട്ടിൽ കൊണ്ടുപോകും. എൻ്റെ ലാസ്റ്റായിട്ട് കണ്ട വീഡിയോ എല്ലാം അറിയാമോ? വീഡിയോ ലാസ്റ്റായിട്ട് ഓർമ്മയില്ല, ഒരുപാട് ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അക്കൗണ്ട് ഫോളോ ആയിട്ടുണ്ട്. രണ്ടാമത്തെ അക്കൗണ്ട് ഫോളോ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് RK വെഡ്ഡിംഗ് മാളും കൂടെ നോക്കാമേ. എങ്ങനെ മനസ്സിലായി? അത് ബ്രോ ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോയിൽ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് നടന്നു. ഓക്കെ. നമ്മൾ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്ത് വെച്ചാൽ വീഡിയോ കാണും, ഫോളോ ചെയ്യും. ചേട്ടാ ഫോളോ ചെയ്തിട്ടില്ല. ഫോളോ ചെയ്തിരുന്നെങ്കിൽ ചേട്ടന് 200 എടുത്തെണ്ണായിരുന്നു. ഫോളോ ചെയ്യാത്തതുകൊണ്ട് 100 എണ്ണാൻ പറ്റുള്ളൂ. പക്ഷേ ആരും പറയണ്ട, ഞാൻ ഫോളോ ചെയ്തിട്ട് നമുക്ക് 200 എണ്ണ ചേട്ടൻ കൊണ്ടുവയ്ക്കാം കേട്ടാ. ശരി. ഓക്കെ, വെഡ്ഡിംഗ് മാളും ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 അക്കൗണ്ടും ചേട്ടൻ ഫോളോ ചെയ്തുകൊണ്ട് ചേട്ടൻ 200-ന്റെ നോട്ട് എടുത്ത് എണ്ണാം. അപ്പം ഐശ്വര്യമായിട്ട് എണ്ണാമോ? ഫാസ്റ്റായിട്ട് കയ്യിന് പ്രശ്നമില്ലല്ലോ. ഇരുന്നെണ്ണണോ? എവിടെ ഇരുന്നെണ്ണ? വണ്ടി ഞാൻ ഇവിടെ ഇരിക്കാം. പിന്നെ ഞാൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഞാനത് റെന്റിന് കൊടുത്ത് 250 ഡീസൽ. പിന്നെ സ്വന്തം ഓട്ടോ എടുത്ത് ചെയ്യാത്ത പണിയൊന്നുമില്ല. പെയിന്റിങ്, പോളിഷ്, കൽപ്പണിക്ക് പോണതും ഓട്ടോ ഓടിക്കുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. അച്ഛനും ഓട്ടോ ഓടിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവറാണ്. പിന്നെ അച്ഛൻ ഇപ്പൊ സെക്യൂരിറ്റി ആയിട്ട് നെയ്യാറ്റിങ്കര സ്കൂളിൽ. അപ്പൊ ചേട്ടാ 2 അക്കൗണ്ടും ഫോളോ ആയിട്ടുള്ളതുകൊണ്ട് ഐശ്വര്യമായിട്ട് പിടിച്ചോ. അപ്പം
കാലില് ക്ലച്ചും സാധാ ഇത് തന്നെ, സാധാ മെറ്റീരിയൽ. ബ്രേക്കും കാലിലുണ്ടായി കുഴപ്പമില്ല. കാലിലുണ്ടായി കുഴപ്പമില്ല. ബ്രേക്ക് പെട്രോൾ മാത്രമേ പറ്റുള്ളൂ, ഡീസൽ പറ്റൂല. ഡീസൽ പറ്റില്ല, പെട്രോൾ മാത്രം. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഓടിച്ചു പോകുന്നത്. അങ്ങനെയാണ് ഓടിച്ചു പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ചേട്ടൻ കൈ കുത്തി പാട്. ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ തന്നെ പാട്. എനിക്കൊരു ഭയങ്കര ഒരു വിഷമമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മറ്റുള്ളവരെ പോലെ നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിഷമം. അത് ഫുഡൊക്കെ കഴിക്കാൻ ആകലും വീട്ടിൽ തന്നെ പോണത്. രാവിലെ മുതൽ വണ്ടി ഓടാൻ തുടങ്ങിയ ഇടയ്ക്ക് 10 മണിക്കകത്ത് വന്നു കഴിഞ്ഞാൽ രാത്രിയാകുമ്പോഴും വീട്ടിൽ പോകും. ആകെ ബുദ്ധിമുട്ടും കാര്യങ്ങളായിട്ടൊക്കെ തന്നെ പോകണം. പുറത്തുനിന്ന് ഇറങ്ങാനും പറ്റില്ല. അപ്പോൾ വണ്ടി ഇത് തന്നെ പഠിച്ചത് വലിയൊരു കാര്യമാണ്. ഇതുകൊണ്ടാണ് ഇതില്ല. കാരണം വേറെ നിവർത്തിയുമില്ല, ആരെയും സഹായവും ഇല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പഠിച്ച് അങ്ങനെ എംപ്ലോയ്മെൻറ്റിൽ കാർഡൊക്കെ പുതുക്കിയിട്ടൊന്നും ജോലിയൊന്നും കിട്ടിയില്ല. എൻ്റെ സ്വന്തം സ്ഥലം കണ്ണമ്മൂലയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു 10-15 വർഷം വരെ ആയി ഈ തിരുമല തന്നെയാണ്. അവിടെ വന്ന് എൻ്റെ സഹോദരങ്ങളെല്ലാം ഞങ്ങളെല്ലാം അടുത്തടുത്തൊക്കെ തന്നെ ഉണ്ട്. ഇപ്പോൾ അവരെയൊക്കെ സഹായം കൊണ്ടാണ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോഴും ഒരു വണ്ടിക്കൂലിക്ക് ഒരു വണ്ടി കിട്ടി. ഇടയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ അത് ഫിനാൻസ് ഒന്നും അടയ്ക്കാൻ വീട്ടിലെ ബുദ്ധിമുട്ട്, വാടക, കറണ്ട് ബില്ല്, വെള്ളത്തിന് ഒക്കെ ആയപ്പോൾ ആകെ ബുദ്ധിമുട്ട്. പിന്നെ വൈഫ് ഒരിടത്ത് ഒരു വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അതുമില്ല, മാനസികമായിട്ടുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ള വൈഫുണ്ട്. അപ്പോൾ അത് വീട്ടിൽ ഉള്ള ഇത് ഇരിക്കാനും പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ജോലിക്ക് പോയി വീട്ടിലങ്ങനെ വീട്ടുകാരെ സഹായം എല്ലാം കൂടെ കൊണ്ട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ലോട്ടറി കച്ചവടം ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. ലോട്ടറി കച്ചവടം ചെയ്യാനുള്ള ക്യാഷ് ഇല്ല, പിന്നെ വണ്ടിയില്ല, സ്കൂട്ടറും ഇല്ല. ഒരു സ്കൂട്ടർ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആട്ടോയിൽ പോവുകയോ വീണ്ടും വരൂലായിരുന്നു. അപ്പോൾ പിന്നെ ഇത് എന്നെ തൊഴിലെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് അന്നമുട്ട അങ്ങനെ കഴിഞ്ഞു പോകും. 10,000 രൂപയ്ക്ക് അകത്ത് ഓടാം ഒരു ദിവസം. പക്ഷേ പെട്രോൾ ചിലവ്, നമ്മളെ ചിലവ്, കളക്ഷൻ പൈസ ഡെയിലി ഒരു 500 രൂപ. ഈ 500 രൂപ വീട്ടിൽ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനേ ഉള്ളൂ. വീട്ടിലെ കുട്ടിയേക്കൊന്നും വീട്ടിലെ സാധനങ്ങളൊന്നും ഒരു ദിവസം വാങ്ങിച്ച് മീനെന്നും അതൊന്നും എല്ലാം വാടകയ്ക്കാണ് താമസം. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞു നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരെ കാണുമ്പോൾ വിഷമമുണ്ട്. ഒന്നിനും ഇറങ്ങാൻ പെട്ടെന്ന് കണ്ട എല്ലാവർക്കും മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ അത് പഠിച്ചത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഈശ്വരൻ തന്ന ഒരു അനുഗ്രഹത്താണ് ഞാൻ വാഹനം പഠിച്ചത്. അത് പഠിച്ചുകൊണ്ട് ഇന്ന് ആര് മുമ്പേ ബുദ്ധിമുട്ടാതെ കൈനീട്ടാതെ ഞാൻ അങ്ങനെ പോകുന്നുണ്ട്. ശരി. അപ്പോൾ നമുക്ക് ചേട്ടാ 30 സെക്കൻഡാണ് സമയമുള്ളത്. അപ്പോൾ 30 സെക്കൻഡിനകത്ത് ചേട്ടന് എണ്ണാൻ പറ്റാത്ത അത്രയും മാക്സിമം എണ്ണി എടുത്തോണം. ഓക്കെ. ആ എണ്ണിയ പൈസ അത്രയും ചേട്ടന് വീട്ടിൽ കൊണ്ടുപോകാം. മക്കളൊക്കെ പ്രാർത്ഥിക്കട്ടില്ല വീട്ടിൽ ഇരുന്ന്. അപ്പം റെഡി 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ എണ്ണി തുടങ്ങണം. ഓക്കെ. 1 2 3 സ്റ്റാർട്ട്. പതിനഞ്ച് സെക്കൻഡായി. ഫാസ്റ്റ് ഒന്നും നോക്കണ്ട. ഓക്കെ ചേട്ടാ, സ്റ്റോപ്പ്. അപ്പം അത്രയും പൈസ തന്നെ എടുത്തോ? അല്ലാതെ എടുത്തോ? ഇല്ല, പിടിച്ചു. പിടിച്ച്. ഓക്കെ. അത് എത്ര ഉണ്ട് ചേട്ടാ? ഇത് 80 എണ്ണം ഉണ്ടോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 81. അല്ല 81 ആണ്. 81 ഉണ്ട്. 81 ആയപ്പോൾ എത്രയായി? കണക്കിൽ നമ്മൾ ഒരേ പോലെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. അപ്പോൾ നോക്കാം ചേട്ടാ. 81 നോട്ടുണ്ട്. 16,200 രൂപ കിട്ടി. 16,000. ഹാപ്പിയാണ്? ഹാപ്പിയാണ്. ചേട്ടാ ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യും? ഇത് എൻ്റെ പിള്ളേർക്ക് എന്താണ് അവർക്ക് പറ്റണത്, ഇതിൽ കഴിയണത് എൻ്റെ പിള്ളേർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. മക്കൾക്ക് വാടക കൊടുക്കും, കറണ്ട് ബില്ലടയ്ക്കും, വെള്ളത്തിന് കൊടുക്കും. കുറേ ചിലവുണ്ടല്ലേ? ചിലവേ ഉള്ളു. ഓക്കെ. വേറെ എന്താണ് പറയാനുള്ളത്? സന്തോഷമാണ് ബ്രോ. കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വന്നത്. ഒരു സവാരി വന്ന് അവിടെ വന്നിട്ട് തിരിച്ചിപ്പുറത്തിട്ട് ഒന്ന് അടുത്തൊരു സവാരി കൈ കാണിക്കാൻ പോകുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അവിടെ ഇവിടെ കയറിയിട്ട് വന്നപ്പോൾ ബ്രോയെ കണ്ടത്.
ഹാപ്പിയായി. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഇപ്പം ഇന്നിപ്പം ഓട്ടങ്ങളൊക്കെ കുറവാണ് പൊതുവെ. പെട്രോളിനും ഡീസലിനൊക്കെ വില വർദ്ധിച്ചുകൊണ്ട് അതങ്ങനെ ഒരു ബുദ്ധിമുട്ട്, കൂലിക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ്. റോട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധനങ്ങളുടെ വിലയും എല്ലാം കൊണ്ടും ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. എന്നാലും ജീവിച്ചു പോകണം, വേറെ ആരും തരാനില്ല, സഹായിക്കാനും ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള സർജറി ചെയ്ത് കാലം നടക്കുമോ? നടക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിയോ ബാധിച്ചാണ്. കൊച്ചിലേക്ക് ഞാൻ ഈ കാലിലൂടെ ഇടുന്ന ചെരുപ്പ് ഇട്ടാണ് സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ തനിയെ വന്ന് വീണ് സ്കൂളിൽ നടന്ന് കയറാൻ പറ്റില്ല. അപ്പോൾ 2 സ്റ്റിക്ക് ഉണ്ടായിരുന്നു. ആ സ്റ്റിക്ക് വെച്ച് ഊന്നി കയറുമ്പോൾ വന്ന് വീഴും. വന്നങ്ങനെ വീണത് കൊണ്ട് പിന്നെ അത് ഭയങ്കര. ഇവിടെ വീണ്ടും രണ്ടാമത് ഓപ്പറേഷൻ ചെയ്തൊക്കെയാണ് ഇരുന്നത്. വീണ്ടും ഓപ്പറേഷൻ ചെയ്ത് പൊട്ടി, എല്ല് പൊട്ടി. പിന്നെ ഒട്ടും നടക്കാൻ പറ്റില്ല. അങ്ങനെ പോളിയോ ബാധിച്ചതാണ് കൊച്ചിലെ. അന്നത്തെ കാലത്ത് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോളിയോയുടെ ഇതൊക്കെ അവർക്കൊന്നും പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് ഉണ്ട്. എൻ്റെ മക്കൾക്കൊന്നും ഒരു കുഴപ്പമില്ല. മൂന്ന് എല്ലാ കുട്ടിക്കും അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. ചേട്ടന് എത്ര രൂപ ഓട്ടോ ഓടി? ഞാൻ ഇപ്പോഴും ഏകദേശം ഒരു 300-400 രൂപയ്ക്കകത്ത് ഓടി. 400 രൂപയ്ക്കകത്ത് 4:30 മണിയായി. ഊണും കഴിച്ചില്ല ഇതുവരെ. ഊണുകളിൽ കഴിച്ചില്ല. ഊണ് കഴിക്കാൻ ചില സമയം എനിക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്. കടയിലൊക്കെ അടുത്തൊക്കെ ഉള്ള തട്ടുകടയിൽ നിന്ന് ചായയും വടയും ഇങ്ങനെയൊക്കെ കഴിക്കും. പിന്നെ രാത്രി വീട്ടിൽ പോയി തന്നെ ഫുഡ് കഴിക്കണം. ചില സമയം ആരെങ്കിലൊക്കെ എവിടെയെങ്കിലും കടയൊക്കെ അടുത്തുള്ളതൊക്കെ ആണെങ്കിൽ ഫുഡ് വാങ്ങിച്ച് അവിടെ ഇരുന്ന് കഴിക്കും. എന്നാലും ബുദ്ധിമുട്ടാണ്. രാവിലെ 10 മണിക്ക് മുമ്പേ എടുക്കും. രാവിലെ എഴിച്ച് കുളിച്ച് ദൈവത്തിൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥില്ല. സന്തോഷമായിട്ട് പോകും. വൈകുന്നേരം ഓട്ടം ഉള്ളതുപോലെ ചിലപ്പോഴും ദൂരെ എവിടെയെങ്കിലും ആയാൽ താമസിക്കും. വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ പറയും ദൂരെയാണെന്ന് പറയും. ഒരു ദിവസം അങ്ങനെ സന്തോഷമായിട്ട്. 400-ൽ ഓടിയിട്ടുള്ളൂ. 600 ആയാലേ 1000 രൂപ ആവുള്ളൂ. 1000 രൂപ ആവും. ഓടും. ഓട്ടം ഉണ്ടെങ്കിൽ ഓടിയിട്ട് ഉറപ്പായിട്ട് ഇല്ല. വീട്ടിൽ പോയാലും പൈസയുടെ ബുദ്ധിമുട്ടുണ്ട്. ദിവസം ചെലവ് തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചെല്ലാം കൂടെ വരുമ്പോൾ 100-400-500 രൂപയ്ക്കകത്ത് ഒരു ദിവസം മാക്സിമം ചിലവാകും. പിന്നെ പെട്രോള്, പിന്നെ നമ്മളെ ചിലവ്, ഫുഡൊക്കെ കഴിക്കണ അത് ചിലവ്, പിന്നെ കളക്ഷൻ ഡെയിലി 200 രൂപ. സ്വന്തം വണ്ടിയല്ല കൂലിക്കാണ്. അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബുദ്ധിമുട്ടിൽ ഹാപ്പി ആയിട്ട് ബ്രോയെ കണ്ടതിൽ, സൂരജ് ബ്രോയെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞാൻ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഇവിടെ വെച്ച് ഞാൻ ഒരു സവാരി വന്നപ്പോൾ ബ്രോയെ കാണാൻ ബ്രോ എന്നെ വിളിച്ചു. ഞാനും ബ്രോയെ എടുത്താൽ ബ്രോ എന്നെ പൈസ സഹായിച്ചായിരുന്നു. വലിയ സന്തോഷം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ഈ പൈസ കിട്ടിയത് വലിയ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക്. ഒരിക്കലും മറക്കാൻ പറ്റൂല സൂരജ് ബ്രോയെ. എല്ലാവരും സപ്പോർട്ടും ചെയ്യണം. സൂരജ് ബ്രോ നല്ലൊരു വ്യക്തിയാണ്, പാവങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വീഡിയോ ഒക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട് ദിവസം. ഒരിക്കലില്ല. ഒരു ഓട്ടം അതാ ഭഗവാന്റെ നിശ്ചയം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതിൻ്റെ നടയിലാണ് ഞാൻ വന്നെത്താൻ കാരണം. ഭഗവാൻ കൊണ്ടുവന്നത് തന്നെ. തീർച്ചയായിട്ടും ഭക്തൻ തന്നെയാണ്. എനിക്ക് ഭഗവാൻ ശിവനാണ്, ശിവഭക്തനാണ് ഞാൻ. എങ്കിലും ഓമൊക്കെ സ്വന്തമായിട്ട് കൊച്ചിലെ സ്വന്തമായിട്ടല്ല കൊച്ചിലെ ഇതേപോലെ ഒരു കടയിൽ അടുത്ത് പോയിരുന്നു. അതങ്ങനെ കുത്തിയതാണ് എനിക്ക്. അന്ന് ശിവഭക്തൻ. പിന്നെ ഭഗവാന്റെ നടയിൽ എനിക്ക് പത്മനാഭസ്വാമിയുടെ അടുത്ത് വന്നപ്പോൾ അതൊരു ഇത് ഇവിടെ വെച്ച് ബ്രോ എന്നെ കാണാനും ആ ഭഗവാൻ കൊണ്ടുവന്നേനും ഓരോ ദിവസം മനസ്സിൽ വിഷമം തന്നെയാണ്. കാരണം ഇത്രയും കാലം ഞാൻ ജീവിച്ച ചുറ്റുപാടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ ഉണ്ട്. ആരെ കൊണ്ടും ഒരു സഹായമോ അങ്ങനെയൊന്നുമില്ല. സ്വന്തമായിട്ട് അന്നന്ന് അധ്വാനിക്കണം. എനിക്ക് ഈ അവസ്ഥയിൽ എന്നെ നോക്കേണ്ട അവസ്ഥയിലും കുടുംബമൊക്കെ ആയപ്പോഴും ആദ്യമൊക്കെ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഒരു കുടുംബമൊക്കെ ആയി മക്കളെയൊക്കെ നോക്കാനുള്ള ഇതൊക്കെ ആയപ്പോൾ എന്നെ സഹായിക്കാനൊന്നും ആരുമില്ല. ഗവൺമെൻറ്റിൽ നിന്നും ഒരു സഹായമില്ല. അവരെ കുറ്റം പറയാൻ പറ്റും, അവരെ കുറ്റം പറഞ്ഞതല്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എനിക്ക് ഇറങ്ങിക്കയറിയൊന്നും പോകുമ്പോഴുള്ളൊരിത് മറ്റുള്ളവർ മുമ്പേ ഒരു തല കുനിയാനുള്ള ഒരിത് എനിക്കുണ്ടായില്ല. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു തൊഴിൽ പഠിച്ച് ആട്ടോ പഠിച്ച് അങ്ങനെ വീട് സ്വന്തം സ്ഥലമായിരുന്നു കണ്ണമൂല. അല്ല, വാടക വീടാണ്. ലൈഫില്ല അങ്ങനെയൊന്നും എഴുതി സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ എഴുതി കൊടുക്കാനും പോയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് കോർപ്പറേഷനിൽ പോയി കൊടുത്തു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സ്കൂട്ടർ സ്ഥലമൊക്കെ കിട്ടുമെന്ന്. ഇതുവരെ പോകാനും പറ്റിയില്ല. ഞാൻ ഈ തൊഴിൽ പഠിച്ചപ്പം ഇത് തന്നെ ഒരു 10-25 വർഷം കൊണ്ട് ഇത് തന്നെയാണ് എൻ്റെ തൊഴിൽ. 25 വർഷമായി.
25 വർഷം വരെ എല്ലാ വാടകയ്ക്ക് സ്വന്തം ഇടയ്ക്ക് സ്വന്തം ഉണ്ടായിരുന്നു. 25 വർഷം വരെ ആയി ഈ തൊഴിൽ ഞാൻ പഠിച്ചിട്ട്. പഠിത്തം നിർത്തി അങ്ങനെ സ്വന്തമായിട്ട് തന്നെ പെട്രോൾ വണ്ടി പഠിച്ച് അങ്ങനെ ഇത് തന്നെ കണ്ട ഞാൻ വണ്ടിയിലിരിക്കണ കണ്ട ആരും പറയൂല കാല് വയ്യാന്നല്ല. ഇറങ്ങി നടക്കുമ്പോഴാണ് അങ്ങനെ ഒരുപാട് പേര് നല്ല കാര്യമാണ് എൻ്റെ അടുത്ത്. ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു സ്വന്തം വണ്ടി ഉണ്ടാക്കി ഇത്ര ബുദ്ധിമുട്ടും കിടന്ന് അലച്ചിലൊന്നുമില്ല. ഒരു ദിവസം ഓടിയില്ലെങ്കിലും പിന്നെ പിള്ളേരുടെ ചെലവ് കാര്യങ്ങൾ, ഇനി പഠിത്തത്തിന്റെ ചെലവ്, വാടക വീടാണ് വാടക കൊടുക്കണം, അങ്ങനെ കൂടെ പിന്നെ ഡെയിലി ഉള്ള ചെലവ് കാര്യങ്ങൾ, വേറെ ആരും സഹായിക്കാനും ഇല്ല. അങ്ങനെ ആരടുത്തും സത്യം പറഞ്ഞാൽ ആരടുത്തും ചോദിക്കാനുള്ളൊരു മടി. അത് ഞാൻ എനിക്ക് അറിഞ്ഞുകൂടാതെ ആരെ മുമ്പേം പോയി കൈ നീട്ടി അവരുടെ അടുത്ത് പോയി എനിക്ക് അത് വേണം ഇത് വേണമെന്ന് ബന്ധുക്കളുടെ അടുത്ത് പോലും ചോദിക്കാനുള്ള ഒരു മടി. സ്വന്തം കൂടപ്പുറപ്പിൻ്റെ അടുത്തൊന്നും ചോദിക്കില്ല. അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് അവരൊക്കെ നല്ല രീതിയിൽ തന്നെ അവര് കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല സഹായമൊക്കെയാണ്. അവർ നല്ല രണ്ടുപേരും നല്ല സഹായമാണ്, അവരെ കൊണ്ട് കഴിയുന്ന സഹായം. പിന്നെ ഞാൻ ഇത്രയും പരിവായില്ലേ, എനിക്കാരും തല കുനിയണ്ട എന്നുള്ള ഒരു ചിന്ത. എല്ലാം ശരിയാവട്ടെ, എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പം എന്തായാലും ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയതല്ലേ? തന്നെ തീർച്ചയായിട്ടും വളരെ എനിക്കും സന്തോഷം ചേട്ടൻ ഇത് തന്നതിൽ. ഹാപ്പി ആയിട്ട് പോയിട്ടാ ചേട്ടാ. ഈ ഒരു പൈസ സ്പോൺസർ ചെയ്തത് നമ്മുടെ RK വെഡിങ് മാളിലെ നവാസ് സാറാണ്. നവാസ് സാറിന് കണ്ടിട്ടില്ല. സാറിന് വലിയ ഒരു ഞാനൊരു വികലാംഗനാണ്. സൂരജ് ബ്രോയെ കണ്ടതിന് സന്തോഷം. സാറ് ഇങ്ങനത്തെ ഒരു ഇത് ചെയ്ത് എനിക്കത് കിട്ടാൻ സാധിച്ചതിൽ വലിയൊരു സന്തോഷമുണ്ട് സാർ. കുടുംബത്തിന് കുറച്ച് ഒരു നല്ലൊരു സഹായം തന്നെയാണ് സൂരജ് ബ്രോ. ആ കുടുംബത്തിന് അത് കിട്ടുന്നത്, ഈ ക്യാഷ് കിട്ടുന്നത് വലിയൊരു സഹായം തന്നെയാണ്. അവരുടെ ഒരു ദിവസം അവർക്ക് അത് കിട്ടുമ്പോൾ അതുപോലുള്ള സന്തോഷം മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭഗവാൻ കൊടുത്തതാണെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാവരും ബ്രോയെ സപ്പോർട്ട് ചെയ്ത് ബ്രോയെ ലൈക്കും ചെയ്ത് ഷെയറും ചെയ്ത് മറ്റുള്ളവരിൽ എത്തിച്ച് ബ്രോയെ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ടാണ് ഞാൻ ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയല്ല, കണ്ടുള്ള ഒരു സ്നേഹം ഒരുപാട് നല്ലൊരു ബ്രോയാണ്. കാരണം നിസ്സാരം നിങ്ങളൊരു ഫോളോ മാത്രം ചെയ്ത് വെച്ചാൽ മതി. RK വെഡിങ് മാളിൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഒരുപാട് അർഹതപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെ പൈസ കിട്ടും. വേറെ ഒരു ചിലവില്ലാത്തൊരു പരിപാടിയാണ് ഒരു ഫോളോ എന്നുള്ളത്. അത് ഫോളോ ചെയ്ത് വയ്ക്കുക. ഒരു മാസത്തെ ശമ്പളം പോലെ തീർച്ചയായിട്ടും ഒരു മാസത്തെ സാലറി വാങ്ങിക്കും പോലെ തന്നെയാണ്. 10,000-16,000 ഒരിക്കലും ഞാൻ ഒരു 10 ദിവസം വിചാരിച്ച പോലെ എനിക്കിതിങ്ങനെ കിട്ടൂല, ഒരുമിച്ച് കിട്ടൂല. തീർച്ചയായിട്ടും 2,000 കോടിയായാലും നമുക്കിത് സേവ് ചെയ്യാൻ വെക്കാൻ പറ്റൂല. ഉറപ്പായിട്ടും ഒരുമിച്ച് കിട്ടില്ല. അത് സന്തോഷമാണ്. എൻ്റെ പിള്ളേർക്ക് ഇതിൽ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം, പിന്നെ വാടക കൊടുക്കണം, വീട്ടിലെ കാര്യങ്ങൾ. എന്തായാലും ഒരിക്കലും ബ്രോയെ എൻ്റെ മക്കളായിരുന്നാലും ഞാൻ ഇനിയുള്ള വീഡിയോ മൊത്തം ഞാൻ അവരെ കാണിക്കും, പറഞ്ഞു മനസ്സിലാക്കും. ബ്രോ ആണ്. വൈഫൊക്കെ വീഡിയോ കാണും. ഞാൻ പറയും. ഇതുവഴി വൈഫിനോട് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു. എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്നേഹം പറയാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? വാണി ഇത് കാണുന്നുണ്ടെങ്കിൽ സൂരജ് ബ്രോയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സൂരജ് ബ്രോ ഞാൻ ഇതേപോലെ ലൈക്ക് ചെയ്ത്, അപ്പം വാണി എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ മറ്റുള്ളവർക്കൊക്കെ ബ്രോ സഹായിക്കണമല്ല, ഞങ്ങളെ മാത്രം കാണില്ലല്ലോന്ന്. ഇപ്പം കണ്ടില്ലേ, ഇപ്പം കണ്ട് നമുക്കൊരിക്കലും മറക്കാനും പറ്റൂല. ഓക്കെ. അല്ലാണ്ട് എന്തെങ്കിലും ഇപ്പോഴേ എന്ത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചേട്ടാ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ വൈഫിനോട് പറയാൻ? തീർച്ചയായിട്ടും അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം കിടന്ന് കഷ്ടപ്പെടുന്നത് അത് അറിയാമല്ല. അപ്പോൾ വൈഫിനും മക്കൾക്ക് വേണ്ടി തീർച്ചയായിട്ടും അവർ ആഹാരം കഴിച്ച് സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഇഷ്ടങ്ങളിനേക്കാളും അവരുടെ ഇഷ്ടങ്ങളാണ് ഞാൻ കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് വൈഫും അങ്ങനെയാണ്. അതൊരു അസുഖക്കാരി കൂടെയാണ് എൻ്റെ വൈഫ്. എന്നാൽ പോലും എൻ്റെ അടുത്ത് ഒരുപാട് ജീവനാണ്. ആരെ കൊണ്ട് ഒരു സഹായം വൈഫിനും ഇല്ല. വൈഫിനും ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം ഉണ്ട്. ആരെ കൊണ്ട് ഒരു സഹായവും ഇല്ല. എങ്കിലും ഞാനെന്ന് ഇട്ട ജീവനാണ്. ഈ വികലാംഗനായാലും എൻ്റെ കൂടെ വന്ന് സ്നേഹിച്ച് എൻ്റെ കൂടെ വന്ന് ഒരു അറേഞ്ച് മാരേജാണ് ചെയ്തത്. കണ്ട് ഇഷ്ടപ്പെട്ട് അറേഞ്ച് മാരേജ് ചെയ്ത് എൻ്റെ കൂടെ വന്ന് കുട്ടികളുമായി ഇപ്പോഴും ഞാനെന്ന് കേട്ട ജീവനാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും ആ ഒരു ഇതൊക്കെ ആയിരിക്കാം, നല്ല ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടാൻ. ഇപ്പം തന്നെ അതൊരു ഇതിനേക്കാളും എന്ത് കിട്ടിയാലും എനിക്ക് ഒരിക്കലും ഒന്നും ആവൂല അവർക്ക് വേണ്ടി.
വാടക കൊടുക്കണം. ഇപ്പൊ 2 ദിവസം പനി അടിച്ചു തന്നെ തീർച്ചയായിട്ടും വണ്ടിക്ക് വാടക കൊടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ഒരു സെക്കൻഡ് ആരെങ്കിലും സഹായിച്ചിരുന്നാലും തീർച്ചയായിട്ടും എൻ്റെ കുടുംബം സുഖമായിട്ട് ജീവിച്ചു പോകും. പുതിയ ഓട്ടോ തന്നെ വേണം. ഇല്ല അങ്ങനെയില്ല. എനിക്ക് സെക്കൻഡ് ആയിട്ട് ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ പുറത്തിറങ്ങാനും വീട്ടിലെ ഈ മക്കളുടെ കാര്യവും ജീവിതത്തിൻ്റെ ഇതിന് എനിക്കൊരു ഓട്ടോ കിട്ടിയ ഞാൻ സുഖമായിട്ട് എൻ്റെ കാര്യങ്ങൾ നടന്നു പോകും, ജീവിച്ചു പോകും മുന്നോട്ട്. ഓട്ടോ വേണം. അതെ, കാരണം ഇത് എന്താ പറയാ മറ്റേ വാടകയ്ക്കാകുമ്പം പിന്നെ കൊടുത്തേ പറ്റൂ. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റുള്ളവരെ ഒരാളുടെ വണ്ടി ആകുമ്പോൾ നമുക്ക് അതെ എനിക്ക് അത് കൊടുക്കാൻ നമുക്ക് ലൈഫ് ലോങ് നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇന്നൊരു ദിവസം വയ്യാതെ ബ്രോ പറഞ്ഞ പോലെ വയ്യാതെ ഇരുന്നാലും വീട്ടിൽ മക്കളെ എടുത്ത് ഇരിക്കുക എന്നുള്ള ഒരു ഇത് ടെൻഷൻ ഇല്ല. നാളെ ഞായറാഴ്ച, നാളെ കൊടുക്കണ്ട, പക്ഷേ ഇന്ന് ശനിയാഴ്ച ഇന്നും കൂടെ കൊടുക്കണം. ഇന്നലെ വരെയുള്ള കളക്ഷനൊന്നും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇതിപ്പം കുറേ നാൾ ഏകദേശം 1 വർഷം വരെ ഞാൻ വീട്ടിലിരുന്നു, വണ്ടിയൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരുന്നപ്പോൾ കിട്ടിയതാണിത്. അങ്ങനെ ആകെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒരുപാട്. കാരണം പെട്ടെന്ന് ആരും എനിക്ക് തരയില്ല, വികലാംഗനായതുകൊണ്ട് അവർക്കൊരു മടി. 25 വർഷത്തെ ഡ്രൈവറാണ് ഞാൻ, അവർക്കൊരു മടി. കാരണം വികലാംഗനാണല്ലോ, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. പോലീസൊക്കെ പിടിച്ച എന്ത് ചെയ്യും? പോലീസ് ഇന്നും നല്ല സപ്പോർട്ടാണ്. എവിടെ വെച്ച് ഇപ്പം നമ്മളിപ്പോൾ സിറ്റിയിൽ അപ്പുറത്ത് അങ്ങോട്ട് പോയ ഉടനെ തന്നെ എന്നെ കണ്ട് വികലാംഗൻ എന്നുള്ള ഇത് അങ്ങനെ ഒരു ഇത് പരിഗണന എനിക്ക് എല്ലാ സ്റ്റേഷനിൽ നിന്നും, ട്രാഫിക് സ്റ്റേഷനിൽ നിന്നായിരുന്നാലും പോലീസ് സ്റ്റേഷനിലായിരുന്നാലും ഒരു വികലാംഗൻ എന്നുള്ള പരിഗണന, മറ്റുള്ളവർ ചെയ്യാത്ത ഒരു ജോലി ഞാൻ ചെയ്ത് ജീവിക്കണം എന്നുള്ള അവരൊരു അഭിമാനത്തോടെ എൻ്റെ അടുത്ത് പറയും. മറ്റുള്ളവരെ ചെയ്യില്ല, നടക്കണവർ പോലും ചെയ്യാത്ത ഒരു ജോലി അവൻ ചെയ്യണമെങ്കിൽ അവനൊന്നും ചെയ്യണ്ട. ഇപ്പോൾ പിട്ടോളാനേ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് പെറ്റി വരെ എനിക്ക് ഒഴിവാക്കി പോലീസ് ഇന്ന് സഹായം അങ്ങനെയുണ്ട്. പോലീസ് ഒരു നോ പാർക്കിങ്ങിലായിരുന്നാലും അഥവാ ഞാൻ കൊണ്ടിട്ട് പോയാലും എന്തെങ്കിലും ഒരു ഇതിൽ ഒരുപാട് എന്നെ വീഴ്ച എനിക്ക് ചെയ്തിട്ടുണ്ട്. ഈ സിറ്റിയിൽ, തിരുവനന്തപുരം സിറ്റിയിൽ എവിടെ പോയാലും അങ്ങനെ 10-25 വർഷം കൊണ്ട് ഡ്രൈവറാണ്. പിന്നെയും പറ്റട്ടെ, ആരെങ്കിലും കാണണമെങ്കിൽ നല്ലൊരു ഓട്ടോ എടുത്ത് തരട്ടെ. ശരി. അപ്പം ഫോളോ ചെയ്ത് വെക്കുക അക്കൗണ്ട്. ഫോളോ ചെയ്തവർക്കാണ് കൊടുക്കാൻ പറഞ്ഞത്. ഇരിക്കട്ടെ, നിങ്ങൾക്കല്ലേ ഇത് അർഹതപ്പെട്ട ആൾക്കാർ. ഞാൻ ഇത് എന്തെല്ലാം ചെയ്യുമെന്ന് അറിയാം. എൻ്റെ വീട്ടിലെ വാടക കൊടുക്കും, കറണ്ട് ബില്ല്, ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ നിലനിൽപ്പിന്റെ കാര്യങ്ങളാണ്. അവർക്ക് എന്താണ് ഇഷ്ടം? ഇപ്പം പിള്ളേർക്ക് ബാഗ് വാങ്ങിക്കണം, പിള്ളേർക്ക് മൂത്തവർക്ക് ബാഗ് വാങ്ങിക്കാനും അതിൻ്റെ ഇതിപ്പോൾ സ്കൂൾ തുറപ്പിന് അതൊക്കെ സത്യം വിഷമിച്ചിരുന്നു. കിട്ടണതിൽ ഉള്ള ഒരു ഓഹരിയാണ് വീട്ടിൽ കൊടുക്കുമ്പോൾ അത് മിച്ചം പിടിച്ചു വെച്ചാണ് കഴിയണത്. ചില നേരം അത് എടുക്കാനും കഴിയില്ല, ആകെ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ ആഹാരം പോലും കഴിക്കാതെയാണ് ഇരിക്കണത്. എന്നാലും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വീടും പട്ടിണാവരുത്, അവരൊക്കെ സന്തോഷം കുറയരുത് എന്നുള്ള ചിന്ത. അതാണ് ഞാൻ അത് ദൈവത്തെ അത് എൻ്റെ മനസ്സിൽ സത്യം. ഞാൻ ഇങ്ങനെ ഓരോ ദിവസം തീർച്ചയായിട്ടും ഒരു അമ്മമ്മയ്ക്ക് ഇല്ലേ ഒരു ഉണ്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ല ഞാൻ ലൈക്ക് ചെയ്തത് ഇല്ല, ഇത് ലൈക്ക് ചെയ്തിട്ടില്ല. ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലേ ബ്രോ? ഇല്ല, ലൈക്ക് വന്നിട്ടില്ല. അത് കുഴപ്പമില്ല, സൗകര്യം പോലെ ലൈക്ക് ചെയ്യാം. ഇല്ല, ഇതിനിടയ്ക്ക് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്യാം. ഒരുപാടുണ്ട്. ഇപ്പൊ ഒരുപാട് സാധാരണക്കാര് ലൈക്കും ഷെയറും ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഇവിടം വരെ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ലോട്ടറി എടുത്തത് കണ്ടായിരുന്നു, അത് കണ്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ സാധനമില്ല കേട്ടോ. 100 ലോട്ടറി എടുത്തതിൽ 6 എണ്ണം അടിച്ചു, 1800 രൂപ കിട്ടി. ഇത് കണ്ട് അവസ്ഥ ആലോചിച്ച് നോക്കണം. എത്ര കിട്ടിയത്? 600 1800 രൂപ, 10,000 കൊടുത്തപ്പോ. അപ്പൊ അതിനേക്കാൾ ഈ കടയിൽ നിന്നൊക്കെ, പക്ഷെ അവർക്കൊരു സഹായം ബ്രോ അത് ചെയ്തില്ല. കടയിൽ നിന്ന് എടുത്തല്ലേ റോഡിൽ കൊണ്ടുപോലും മാമനച്ഛന്മാരെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അവരെ എടുത്തപ്പോ അവർക്കൊരു സഹായമാകും, പക്ഷെ പറ്റിപ്പല്ലേ. അപ്പൊ എന്തുമാത്രം പാവങ്ങളെ പറ്റിക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഇതേപോലെയല്ലേ ഞങ്ങളും പോയി എടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ എത്ര പ്രാവശ്യം ഞാൻ എടുത്ത് നടയിരുന്നു പറയുന്നു. ബ്രോ പ്രതീക്ഷിക്കാതെ ബ്രോ നല്ലൊരു ലെവലിൽ എത്താനുള്ള ഇത് ചാൻസ് ബ്രോയ്ക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥനയും ഉണ്ടാവും. സന്തോഷം. പോരെ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞതല്ല, ഇതിനേക്കാളും നല്ല ഹൈ ലെവലിൽ ബ്രോ എത്തിപ്പെടാൻ പറ്റുക. ബ്രോ പോലും സ്വപ്നം കാണാത്ത ഒരു സ്ഥലത്ത് ബ്രോയ്ക്ക് എത്തിപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ആരെ പോലെ പറ, ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ അവസ്ഥയിലിരിക്കുന്നു ബ്രോയെ. ഒരു സിനിമ നടനെ പോലെ ഉണ്ട്. ഒരിക്കലും ഇല്ല. അവരൊക്കെ വേറെ ബ്രോയെ പോലും അല്ല ഞാൻ. ബ്രോ ബ്രോ എന്നെ കാലം എന്ത് നല്ല സുന്ദരനാണ്. അല്ല, സുന്ദരനല്ല, സിനിമ നടന്റെ ഒരു കട്ട്. ഒരിക്കലും അല്ല. മണികണ്ഠന്റെ ഒരു കട്ടില്, ഒരു മറ്റേ വില്ലനാണ് കമ്മട്ടി പാടത്തില്. ചെറിയ കട്ട
അങ്ങനെയാണെങ്കിൽ ഓക്കെ, അതെ അതെ അങ്ങനെയാണ് പ്രാക്കിത്താണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും കമ്മട്ടിപ്പാളത്തിൽ സുന്ദരായി. ഞാനാ ഓ ബ്രോ ഒരു ആട്ടോ ഫീൽഡിലുണ്ടായിരുന്നോ, ഒരു പാവപ്പെട്ടവരാണെന്ന് സത്യം പറയില്ല ബ്രോ. ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നു ബ്രോ. ഹൈ ലെവലിലായിട്ട് ഒത്തി കൂടെ നല്ല അടിപൊളി ഡ്രസ്സിങ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് നീണ്ടല്ലേ, കുറച്ചുപേരെയൊക്കെ തോപ്പിക്കായിരുന്നു. വേണ്ട വേണ്ട തീർച്ചയായിട്ടും. എല്ലാരും സന്തോഷമായിട്ട് എന്ത് നല്ല ലുക്കെന്നറിയാം. അപ്പൊ ഇനി പോവേണല്ലേ? അപ്പൊ ഇനി പോവേണം. ആരാ വീട്ടിൽ പോവേണം? വീട്ടിൽ ഇനിയില്ല, ഒന്നും ഓർഡറില്ല. നേരെ ഇപ്പൊ അമ്മയെ വിളിച്ചിട്ട് അമ്മയടുത്ത് പറഞ്ഞു കാര്യം പറഞ്ഞു. ഇപ്പൊ അങ്ങോട്ട് പോകുമ്പോ വിളിച്ച് കാര്യം പറഞ്ഞു. ഓക്കെ. അപ്പൊ എന്തായാലും ചേട്ടാ ഹാപ്പി ആയല്ലോ? ഹാപ്പി, സന്തോഷം. കണ്ടതിൽ സന്തോഷം. ഹാപ്പി. ഓക്കെ സന്തോഷം. ഓക്കെ. അപ്പം ചേട്ടൻ ശരി, കാണാം. ശരി ചേട്ടാ, ടാറ്റ. കാണാമേ. ഞങ്ങളെക്കാളും വലിയ ഫാൻ വീട്ടിലുണ്ടോ? അമ്മയാണ്. വിളിച്ചോ.